ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലോ കോസ്റ്റ് ഇൻവേർട്ടറാണ്. ഓരോ ടെക്നിക്കൽ നോളജും വേണ്ട, ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ് നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. നമുക്കിത് ഇതുപോലെയുള്ള 3 ബൾബുകൾ ഒരു 4 മണിക്കൂർ നല്ല ഫുൾ ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് ഈ ഒരു ബോർഡ്, ഇതാണ് അതിൻ്റെ ബോർഡ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം, അസംബ്ലിങ് കാണിച്ചു തരാം. അപ്പോൾ ഈ 3 ബൾബ് നമുക്കൊരു 4 മണിക്കൂർ ഈസി ആയിട്ട് ഫുൾ നല്ല ബെറ്റർ ബ്രൈറ്റിൽ നമുക്ക് കിട്ടും. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു പ്രോജക്റ്റ് തന്നെയായിരിക്കും. അത് തന്നെയല്ല, നമുക്ക് മഴക്കാലത്ത് കറണ്ടൊന്നും ഇല്ല, കറണ്ടൊക്കെ പോയി അല്ലെങ്കിൽ പവർ കട്ടിൻ്റെ സമയം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാണ്ട് നമ്മുടെ ഈ മൊബൈലിൻ്റെ അതേ സെയിം ചാർജർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഇൻവെർട്ടറിലൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന ഈ ഇൻവെർട്ടർ 300 വാട്ടിൻ്റെ ഈ മിനി ഇൻവെർട്ടറിൽ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡ്. ഈ ബോർഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അസംബ്ലിങ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ബോർഡ്. ഒരു ഐസിയും 2 മോസ്ഫെറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ സംവിധാനമാണത്. സാധാരണ ഇതുപോലെയുള്ള ഇൻവെർട്ടർ ബോർഡുകളിൽ ഇതിന് ഇപ്പുറത്തേക്കുള്ള ഈ ഒരു ഹാഫ് പോർഷൻ മാത്രമേ സാധാരണ ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ ഈ ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഇതുണ്ടാവാറില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ, ചെറിയൊരു ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിച്ച് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് സോൾഡറിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്ത് അതൊന്നും തന്നെ ഇല്ല. ആകെ ഇതിനകത്ത് വരുന്നത് 4 വയറുകൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇത് ഓൾറെഡി കമ്പനി ഇതുപോലെ വയറുകൾ സോൾഡർ ചെയ്തിട്ടാണ് തരുന്നത്. പക്ഷെ അത് ഈ വയറല്ല, ഇത് ഞാൻ കമ്പനി തരുന്ന വയർ വളരെ മോശം ക്വാളിറ്റിയുള്ള വയറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗേജുള്ള വയർ ഇത് ഞാൻ പിന്നീട് റീപ്ലേസ് ചെയ്തതാണ്. 300 വാട്ടാണ് അവർ പറയുന്ന ഔട്ട്പുട്ട്. ഏകദേശം അതിൻ്റെ അത്ര തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. ഇതിൽ വരുന്നത് മൊത്തം 4 വയറുകൾ അതിനകത്ത് വരുന്നത്. അത് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ കാണുന്ന ഈ റെഡും ബ്ലാക്കുമാണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ റെഡ് കൊടുത്തേക്കുന്നത് പോസിറ്റീവ് ലൈനും ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ 12 വോൾട്ട് DC, അതായത് ബാറ്ററിയിലേക്ക് കണക്ഷൻ, 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട്. ഇവിടെ കാണുന്ന ഈ 2 വയറാണ്, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിത് ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ളൊരു 3 പിൻ സോക്കറ്റോ അല്ലെങ്കിൽ ഒരു 2 പിൻ സോക്കറ്റോ എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് വയറ് നമ്മളൊരു സാധാരണ സ്വിച്ച് ബോർഡൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യണം. അത് ആദ്യമായിട്ട് മസ്റ്റായിട്ട് നമ്മൾ പവർ സപ്ലൈ ഇൻപുട്ടിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ടും നമ്മളിത് കൊടുത്തിരിക്കണം. കാരണം വെച്ചാൽ ഹൈ വോൾട്ടേജ് വരുന്നതാണ്. അപ്പോൾ നന്നായി ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, നമ്മുടെ സേഫ്റ്റിക്കും കൂടിയായിട്ട് നമ്മളിതാദ്യം ഇതുപോലെ ഇങ്ങനെ 3 പിൻ പ്ലഗിലേക്ക് നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ 2 വയറുകൾ നമ്മളിനി ബാറ്ററിയിലേക്ക് കൊടുത്താൽ മതിയാകും. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ബാറ്ററികൾ. ഇത് 12 വോൾട്ട് 8 ആംപിയറിൻ്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ആംപിയർ കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് 12 തന്നെ, പക്ഷേ ആംപിയർ 8 എന്നുള്ളത് 10 15 അങ്ങനെയൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സമയം, എന്ത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്, എന്ത് ഉപകരണം ഉപയോഗിക്കുന്നത്, അതുപോലുള്ള ഉപയോഗിക്കുന്നതിൻ്റെ സമയം അധികം കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളത് 12 വോൾട്ട് 8 ആംപിയറിൻ്റെ ഒരു ബാറ്ററിയാണ്. ഫ്രഷ് വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ റീപ്ലേസ് ചെയ്ത ബാറ്ററിയൊക്കെ ഒരുവിധം ഉപയോഗിക്കാം. അതൊക്കെ ഒരുവിധം ഓടും. കാറുകളുടെയൊക്കെ ബാറ്ററി, കാറുകളുടെ ചെറിയ ബാറ്ററി ഇല്ലേ, അങ്ങനെയുള്ളൊരു മീഡിയം സൈസ് ബാറ്ററിയൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ ബാറ്ററിയുടെ ടെർമിനൽ ഇത് റെഡ് കാണുന്നതാണ് പോസിറ്റീവ്, ബ്ലാക്ക് കാണുന്നതാണ് നെഗറ്റീവ്. നമ്മളിതിൻ്റെ റെഡ് പോസിറ്റീവിലേക്കും ബ്ലാക്ക് നെഗറ്റീവിലേക്കും. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലോഡ് കൊടുത്ത് നോക്കാം.
3 LED ബൾബുകൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ 3 LED ബൾബുകളാണ് നമ്മൾ ലോഡ് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ 3 എണ്ണം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലൊരു 2 പിൻ പ്ലഗാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ബൾബും നോക്കിക്കേ, ഇത് ക്രോംപ്ടൻ്റെ 9 വാട്ട് LED ബൾബാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഈ സെയിം വാട്ടാണ്. നമ്മൾ ഇതുപോലെയുള്ള ഈ പർപ്പസിനൊക്കെ നമ്മൾ ഈ ബൾബ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ബൾബുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെയൊക്കെ പവർ കൺസംഷൻ വളരെ കുറവായിരിക്കും, നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് മറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, നോയ്സുകൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല ലൈഫും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 3 ബൾബുകൾ നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഇൻപുട്ട് നമ്മൾ ഈ പ്ലഗിലേക്ക് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒരു കാരണവശാലും വർക്ക് ചെയ്യുമ്പോൾ ബോർഡ് ടച്ച് ചെയ്യാൻ പാടില്ല. അത് വളരെ നോക്കിക്കോളണം, നല്ല ഷോക്ക് അടിക്കും. പോസിറ്റീവ് ഞാൻ ഇവിടെ കൊടുത്തു, നെഗറ്റീവ് ഇവിടെ. കണ്ടില്ലേ എന്ത് ബ്രൈറ്റാണെന്ന് നോക്കിയേ, നല്ല ബ്രൈറ്റ്. ഓൾറെഡി ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യണത് നല്ല ലൈറ്റിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യണത്. അതിനെ ഓവർകം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ലൈറ്റ് നല്ല ഫുൾ ബ്രൈറ്റായിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 4 മണിക്കൂർ ഇതേ സെയിം ബ്രൈറ്റ്നസ്സിൽ, ഒരു നല്ല കണ്ടീഷൻ ബാറ്ററി ആണെങ്കിൽ ഇതേ സെയിം ബാറ്ററിയിൽ ഒരു 4 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അത് തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കറണ്ടൊക്കെ പോയാൽ തന്നെയും വെളിച്ചത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കെന്താണ് മുറക്ക് വളരെ കുറഞ്ഞ മാത്രം വില. ഇതിൻ്റെ വില പറഞ്ഞു തരാം. ഞാനത് ആമസോണിൽ നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇതിൻ്റെ വില വരുന്നത് 329 രൂപയാണ് ഈ ബോർഡിൻ്റെ എൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കുന്നവർക്കുണ്ടെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം. കണ്ടില്ലേ, അപ്പോൾ അത് 3 ബൾബ് നല്ല സൂപ്പറായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല നമുക്കിതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ വേറെയും പല ഉപയോഗം. നമുക്കിതൊന്ന് സൈഡിലേക്ക് ആക്കി വയ്ക്കാം. കൂടാതെ നമുക്ക് ഇതുപോലെയുള്ള മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒറിജിനൽ ചാർജർ അത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. നമ്മളിത് പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്ത് ഈ പിന്നെ നമ്മൾ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജർ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം, ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, ടർബോ ചാർജിങ് വരെ സ്റ്റാർട്ടായി. ഇത് നമ്മൾ സാധാരണ AC കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ ചാർജ് ആവാൻ എത്ര സമയം എടുക്കുമോ അത്ര തന്നെ സമയം എടുക്കുകയുള്ളൂ. ലാഗൊന്നുമില്ല. വളരെ ലൈനിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്തതിൻ്റെ അതേ എഫിഷ്യൻസിയിൽ ഇത് ചാർജ് ആവും. ഓക്കെ, അതുപോലെ നമ്മൾ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ കയ്യിൽ DSLR ക്യാമറയോ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സ്, അപ്പോൾ അങ്ങനെ ബൈക്കിലൊക്കെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോവുക, അതൊക്കെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാലമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് DSLR ക്യാമറ ചാർജ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും റൂം എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാമറയുടെ ബാറ്ററി, ഇതൊരു ബാറ്ററിയാണ്, ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിവൈസ് വാങ്ങി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലുള്ള 2 വീലറായാലും 3 വീലറായാലും ഒക്കെ വണ്ടിയിലുള്ള ബാറ്ററിയിൽ നമ്മൾ ജസ്റ്റ് ഈ പവർ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ ഇത് കെനോണിൻ്റെ ഒരു കെനോൺ DSLRൻ്റെ ഒരു ചാർജറാണ്. അതിലേക്ക് നമുക്ക് പവർ കൊടുക്കാം. കണ്ടില്ലേ, ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഈ മിനി ഇൻവെർട്ടർ വച്ചിട്ട് നമുക്ക് സാധിക്കും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബാറ്ററി ചാർജർ, ഇതുപോലത്തെ ബാറ്ററി സാധാരണ എല്ലാവരും ഉപയോഗിക്കുക. ഇത് UPS ബാറ്ററിയാണ്. ഇത് ചാർജ് ചെയ്യണമെങ്കിൽ
ഈ 12 ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഒരു റെക്ടിഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ ഈ ട്രാൻസ്ഫോമർ നമ്മൾ ഓഫ് ചെയ്ത് ഇടണം. അല്ലെങ്കിൽ ഓവർ ചാർജ് ആയിട്ട് ഈ ബാറ്ററി കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഇതുപോലുള്ള ബോർഡുകൾ ഉപയോഗിച്ച് ഇൻവെർട്ടർ ചെയ്യുമ്പോൾ ഈ ബോർഡിനെ നന്നായിട്ട് ഒരു ക്യാബിനിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഹെവി ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറൊരു ക്യാബിനിലേക്ക് ഞാനിത് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് ചാർജർ സർക്യൂട്ടാണ്. ഇത് നെറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോമൺ PCBയിൽ ചെയ്തെടുത്തതാണ്. ഇതില്ലേലും ഇത് വർക്ക് ചെയ്യും. ബാറ്ററി ഫുൾ ചാർജായി ചാർജ് കൂടുതലായിട്ട് ബാറ്ററി ഡാമേജായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് വയ്ക്കുന്നത്. ഇതില്ലേലും കുഴപ്പമില്ല. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് ഇട്ടതിന് ശേഷം മറക്കാതെ ഓഫ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ആ സർക്യൂട്ട് ഓൺ ചെയ്ത് ഇതിൽ കൂടി ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ള ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല ഇൻവെർട്ടർ ഉണ്ടാക്കാനായിട്ട്. എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാമ്പിൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ട്രാൻസ്ഫോമർ ഈ ഒരു റെക്ടിഫയർ മാത്രമായിട്ട് നമുക്ക് കൊടുത്താൽ ഈ ബാറ്ററി ചാർജ് ആകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സിമ്പിളായിട്ട് ഇൻവെർട്ടർ. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മിനി ഇൻവെർട്ടർ യൂണിറ്റ് ഇപ്പോൾ അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 4 മണിക്കൂറോളം ഈസി ആയിട്ട് ഇതുപോലെ തന്നെ ഇതേ ബ്രൈറ്റ്നസ് തന്നെ കിട്ടും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയറും ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.